പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന കപ്പ് കേക്ക്സ് ഇല്ലേ, അതൊക്കെ ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണെന്നാ. പക്ഷെ ഇതുണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാം മനസ്സിലായത് ഇത്ര സിമ്പിളാണെന്ന്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഇതെന്തായാലും ഫ്ലോപ്പ് ആവശ്യമായിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടി. മാത്രമല്ല കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി ഈ മാർബിൾ കപ്പ് കേക്ക്സ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. സോ ലെറ്റ്സ് കുക്ക്. ഇതിനായിട്ട് ആദ്യം റൂം ടെമ്പറേച്ചറിലുള്ള 2 എഗ്ഗ് പൊട്ടിച്ച് 1 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്യുക. ഈ ഒരു ടൈമിൽ 1/4 കപ്പ് ഓയിലും 1 ടീസ്പൂൺ വനില എക്സ്ട്രാക്റ്റും ആഡ് ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ്സും കൂടി ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. ഇതിനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 1/3 പോർഷൻ ആയിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ഇനി 3 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. കേക്കിൻ്റെ ടോപ്പിങ്ങിൽ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഈ ബാറ്റർ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡറും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ മിൽക്കും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പൈപ്പിംഗ് ബാഗിൽ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. കേക്കിൻ്റെ കപ്സ് വെച്ച് ഈ ബാറ്റർ ആഡ് ചെയ്യാം. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാറ്റർ വെച്ചിട്ട് ഈ കേക്കിൻ്റെ ടോപ്പിങ്ങിൽ ഡിസൈൻ കൊടുക്കാം. ഇത് നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്. ഇനി ഇത് കൺവെൻഷനിൽ 170 ഡിഗ്രിയിൽ ഒരു 16 to 20 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. ശരിക്കും ബേക്ക് ചെയ്ത് ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോഴാണ് കേട്ടോ എനിക്കത് ഒന്നുകൂടെ ടേസ്റ്റ് തോന്നിയത്. അപ്പോൾ നല്ല അങ്ങോട്ട് സെറ്റായിട്ട് നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നല്ല സിമ്പിളായിട്ട് തന്നെ ഇത് ഉണ്ടാക്കാനും പറ്റും. എന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ.